നമസ്കാരം. സുനിത വില്യംസ് തിരിച്ചെത്തി. ലോകരാജ്യങ്ങൾ വളരെ ഞെട്ടലോടെ കാണുന്നതും എന്നാൽ സന്തോഷപൂർവ്വം സ്വീകരിച്ച ഒന്നാണ് നാസയുടെ ഈ ഒരു ദൗത്യം. 2024 ജൂൺ മാസത്തിൽ കടന്നുപോയ സുനിത വില്യംസ് വിൽമോറും ബോയിൽ കമ്പനിയായ സ്റ്റാർലൈൻ എന്ന കമ്പനിയാണ് നാസ ദൗത്യം ഏൽപ്പിച്ചത്. അത് വളരെ ഭംഗിയായിട്ട് സ്റ്റാർലൈൻ ബഹിരാകാശത്ത് കൊണ്ട് എത്തിച്ചു. 8 ദിവസത്തെ ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് സ്പേസിലെ ചില റിസർച്ചുകൾ വേണ്ടി കടന്നു പോയെങ്കിലും സ്പേസ് ലൈൻ തിരിച്ചു വരാനുള്ള ചില സാങ്കേതിക കാരണങ്ങളുണ്ട്. അതിൻ്റെ മിഷൻ്റെ ചില സാങ്കേതിക തകരാറ് മൂലം അതിൽ കൊണ്ടുവരാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വരികയും നാസ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. നാസ ആ ദൗത്യം സ്പേസ് ലൈനിൽ നിന്ന് മാറ്റുകയും അങ്ങനെ സുനിത വില്യംസിനും വിൽമോറിനും സ്പേസ് സെൻറ്ററിൽ ISS ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്റർ മനുഷ്യനിർമ്മിത പേടകമാണ്. ഏതാണ്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വീതി നീളവും ഇതിനുണ്ടാവും. വർഷം തോറും 2000-ഓളം ആൾക്കാർ ഇതിൽ കടന്നുപോയി വരുന്നുണ്ട്. അതുമാത്രവുമല്ല 6-7 സയൻറ്റിസ്റ്റുകൾ ഫുൾ ടൈം അതിൽ ഉണ്ടാവും ഈ പേടകത്തിൽ. അങ്ങനെ സ്പേസ് ലൈനിൽ കടന്നുപോയ സുനിത വില്യംസിനും എഡ്മോണ്ടും അവിടെ നിൽക്കേണ്ടി വന്നു. ഈ 6-7 പേരിൽ അവരുടെ കൂടി സുനിത വില്യംസും റിസർച്ച് നടത്തി. പല കാര്യങ്ങളും ഫോട്ടോസും ബഹിരാകാശ ഫോട്ടോസും അങ്ങനെയുള്ള നാസയ്ക്ക് അയച്ചു കൊടുത്തു. ലോകരാജ്യങ്ങൾ നമ്മളെപ്പോലുള്ളവർക്ക് കാണാൻ കഴിഞ്ഞു. വളരെ ബഹുമാനാർത്ഥമായി തീർന്ന ഒന്നായിരുന്നു ഇത്. അതുമാത്രമല്ല 4577 പ്രാവശ്യം സുനിത വില്യംസ് ഭൂമിയെ ചുറ്റി 286 ദിവസമാണ് ബഹിരാകാശത്ത് സുനിത വില്യംസ് കഴിച്ചുകൂട്ടിയത്. അതുമാത്രമല്ല 19.52 കോടി കിലോമീറ്റർ സുനിത വില്യംസ് സഞ്ചരിച്ചു. ഇതൊക്കെ ഒരു സ്ത്രീയുടെ കാൽവയ്പായിട്ട് മാറിക്കഴിഞ്ഞു. അങ്ങനെ നാസയുടെ ദൗത്യം വളരെ വിജയകരമായിട്ട് കഴിച്ചുവിടാൻ കഴിഞ്ഞു. തിരിച്ചു കൊണ്ടിരുന്ന ദൗത്യം നാസ ഏൽപ്പിച്ചത് എലോൺ മസ്ക് കമ്പനിയാണ്. ഡ്രാഗൺ ക്രൂ 9 എന്ന പേടകത്തിലാണ് തിരിച്ചെത്തിയത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വന്ന് പതിക്കുകയും എലോൺ മസ്കിനെ അവരുടെ ദൗത്യം ഏറ്റെടുക്കുകയും സ്പേസിൽ താമസിച്ച സുനിത വില്യംസിൻ്റെ മൈക്രോ ഗ്രാവിറ്റിയാണ് സ്പേസിലെ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതും ഭൂമിയിലെ ഗുരുത്വാകർഷണവും തമ്മിൽ വരുന്ന 9 മാസത്തെ ആ ഒരു ഡിഫറൻസ് വരുമ്പോൾ ചില ശാരീരിക പ്രശ്നമുണ്ടാവും. അതും എലോൺ മസ്ക് കമ്പനിനെ ഏറ്റെടുക്കുകയും ഒരു വലിയൊരു വിജയത്തിലേക്ക്, അതുമാത്രമല്ല ഇന്ത്യൻ വംശജയായതുകൊണ്ട് ഇന്ത്യക്കും ഒരു അഭിമാനമായി തീർന്നിരിക്കുകയാണ് സുനിത വില്യംസ്. എന്തുകൊണ്ടും പുതുതലമുറയ്ക്ക് ഇതൊരു വാഗ്ദാനവും ഒരു അറിവും ആയി തീർന്നു. അപ്പോൾ എന്തുകൊണ്ടും ഇന്ത്യക്കാർക്കും അഭിമാനിക്കാം. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ന്യൂസുകൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.